തൃപ്പൂണിത്തുറ ചൂരക്കാട്ട് സ്ഫോടനം നടന്നിട്ട് 4 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിന്റെ ഞെട്ടലിൽ നിന്ന് പ്രദേശവാസികൾ മുക്തരായിട്ടില്ല. കയറി താമസിച്ചു തുടങ്ങി വേറെ നിവൃത്തിയില്ലാതെ. പിന്നെ എല്ലായിടത്തും വാതിലും ചെല്ലും, ബാത്റൂമിൽ പോലും പറ്റാത്ത കേസിട്ടണം. വാട്ടർ ടാങ്ക് പൊട്ടിപ്പോയി, വെള്ളം പോലും ഇല്ല. അതാണ് അവസ്ഥ. ഇന്നിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തൊരു കണ്ടീഷനിലിരിക്കുകയാണ്. അമ്മ ഹോസ്പിറ്റലിൽ ഇന്നലെ മിഞ്ഞാന്ന് വൈകിട്ട് ഉച്ചയ്ക്കാണ് വന്നത്. ഞാനിവിടെ ഇരുന്ന് ചായ കുടിക്കാൻ പുട്ട് എടുത്ത് ഇങ്ങനെ പൊട്ടിച്ചെടുത്തു. മോൻ കഴിച്ചിട്ട് അങ്ങോട്ട് മാറി, അമ്മയെ കഴിക്കട്ടു എന്നും പറഞ്ഞു. അങ്ങനെ പൊട്ടിക്കലും ഓട്ടലും പിന്നത്തെ കാര്യമൊന്നും എനിക്കറിയില്ല. ഇവിടെ ആൾക്കാർ വന്ന് എന്നെ എടുത്തോണ്ട് പോയാ ഭയം. അയ്യോ, മനസ്സിലില്ലേന്നോ. എൻ്റെ ദൈവം, എൻ്റെ ചങ്ക് പൊട്ടുകണം. എല്ലാം കൊണ്ട് എൻ്റെ ചങ്ക് പൊട്ടു. ആരുമില്ല സാറേ, ഞങ്ങൾക്ക് വീട് മോള് ഒന്ന് നന്നാക്കി തരണേ. ഞങ്ങൾക്ക് വേറെ ജനലൊക്കെ പോയി കിടക്കുക. വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക്. പുറത്തൊന്നും പോയി പൊതു ടാപ്പിൽ നിന്നും വെള്ളം കൊണ്ടുവന്നാലേ ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ കുടിച്ചിരുന്ന വെള്ളമാണ് ഇത്ര ഇതായി ചീറ്റിയായി കിടക്കുന്നത്. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് അകത്തും പുറത്തും ഒരേപോലെ വിള്ളൽ വന്നിരിക്കുകയാണ് വീടിനൊക്കെ. വാട്ടർ ടാങ്ക് മൊത്തം പൊട്ടിയിരിക്കുന്നു. വാട്ടർ ടാങ്ക് പൊട്ടി, പൈപ്പ് കണക്ഷൻ എല്ലാം പോയി. ഞങ്ങളുടെ റൂഫ് ഒരു തരിയില്ലാതെ മൊത്തം ഇടിഞ്ഞു പോയി. ബാത്റൂമിൻ്റെ ഇതെല്ലാം നശിച്ചു പോയി. ബാത്റൂമിൻ്റെ ഷീറ്റ് പോയി. പുറത്ത് മുറ്റത്തിട്ടിരുന്ന ഇരിക്കാനൊരു ചെറിയ ഇതിന് വേണ്ടിയിട്ടിരുന്ന ആ ഷീറ്റ് മുഴുവൻ നശിച്ചു പോയി. ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അവരും ഇവരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എവിടെ പോയി താമസിക്കും? ആ വയസ്സായ അമ്മയും ഈ മൂന്ന് വീട് ഇരിക്കുന്നത് 6 സെന്റ് ഭൂമിയിലാണ് ഞങ്ങൾ ഈ 3 വീട് ഇരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാനോ ഒന്നിനും ഞങ്ങൾക്ക് ഒരു സൗകര്യമോ ഒരു ഇതുമില്ല. ഞങ്ങളുടെ ജീവൻ കിട്ടിയത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. അത്ര അവസ്ഥയായിരുന്നു ഞങ്ങളുടെ ഈ പുറത്ത് നിന്നിരുന്ന ഞങ്ങളുടെ അവസ്ഥ. ഭക്ഷണം അടുത്ത വീട്ടില് പോയാണ് നമ്മൾ ഉണ്ടാക്കുക. ഇത്രയും ദിവസം മേടിക്കുമായിരുന്നു. ഇന്നലെ മുതലാണ് അടുത്ത വീട്ടിലാണെങ്കിലും കൊണ്ടുപോയിട്ട് നമുക്കത് ശരിയാവില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും. ഏറ്റവും വേഗത്തിൽ തന്നെ പരിഹാരം ലഭ്യമാക്കുക, അല്ലെങ്കിൽ നഷ്ടപരിഹാരം ലഭ്യമാക്കി അവരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതിനായിരിക്കണം അധികൃതർ മുൻഗണന നൽകേണ്ടത് എന്നുള്ളതാണ് ഇവിടെ വന്ന് നമ്മൾ ഈ അനുഭവങ്ങൾ നേരിൽ കാണുമ്പോൾ പറയാനുള്ളത്.